ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, അനുഗ്രഹത്തിന്റെ ഒരു പെരുമഴ കാലം കൂടി നമ്മുടെ മുമ്പിൽ നിന്ന് കടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മെയ് മാസം, നമ്മുടെ സ്വന്തം വണക്കമാസം അവസാനിക്കുകയാണ്. ഈ കഴിഞ്ഞ 31 ദിവസവും നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. നാം ഒത്തിരി സങ്കടങ്ങൾ അമ്മയോട് പറഞ്ഞു. എന്നാൽ എനിക്കിന്ന് നിങ്ങളോട് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഈശോയുടെ തിരുമുറിവുകൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചിരുന്ന പരിശുദ്ധ അമ്മയെ അതിതീവ്രമായി സ്നേഹിച്ചിരുന്ന നാം ഓരോരുത്തരും നല്ലൊരു വണക്ക മാസത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. വിശുദ്ധ അമ്മ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഭവനത്തിൽ അമ്മ നൽകിയ സമാധാനവും നിങ്ങൾക്ക് തുടർന്നും ലഭിക്കണമെങ്കിൽ ഇന്നും നാളെയും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. പലരും വണക്കമാസം കഴിയുമ്പോൾ ഇന്നത്തോടെ ഒരു മാസത്തെ പ്രാർത്ഥന കഴിഞ്ഞല്ലോ എന്ന് കരുതി ആ ഭക്തിയെ അവിടെ തന്നെ ഉപേക്ഷിക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഈ ഒരു മാസം നേടിയെടുത്ത സകല ആത്മീയ അനുഗ്രഹങ്ങളും സംരക്ഷണവും നിങ്ങൾക്ക് നഷ്ടമായി പോകും. പിശാച് തക്കം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സകല കൃപകളും ഈ വർഷം നിങ്ങളുടെ ഭവനത്തിൽ നിലനിൽക്കാൻ ബൈബിൾ പറയുന്ന ഈ 3 രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ബൈബിളിന്റെ വെളിച്ചത്തിൽ ഇന്ന് പറഞ്ഞു തരാം. നിങ്ങളുടെ കുടുംബത്തെ വലിയ തകർച്ചകളിൽ നിന്ന് രക്ഷിച്ച് മാതാവിന്റെ സ്വന്തമാക്കി മാറ്റാൻ പോകുന്ന ഈ വീഡിയോ മുഴുവനായും വളരെ വിശ്വാസത്തോടെ കേൾക്കുക. ഈ 3 കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ വണക്കമാസത്തിൽ ലഭിച്ച സകല കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം തേടാൻ ആഗ്രഹിക്കുന്ന സകലരും താഴെ കമന്റ് ബോക്സിൽ വലിയൊരു വിശ്വാസത്തോടെ ഇപ്രകാരം ഒന്ന് എഴുതുക: പരിശുദ്ധ അമ്മേ, എൻ്റെ ഭവനത്തെയും കുടുംബത്തെയും ഈ വണക്കമാസത്തിൻ്റെ അവസാനത്തിൽ അങ്ങയുടെ വിമല ഹൃദയത്തിനു മുൻപിൽ ഞാൻ പൂർണ്ണമായും സമർപ്പിക്കുന്നു. നിങ്ങളുടെ ഈ ചെറിയ പ്രാർത്ഥന നിങ്ങളുടെ സകല തിന്മകളിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ വീടിനെ സംരക്ഷിക്കുന്ന കോട്ടയായി മാറട്ടെ. ഇന്നും നാളെയുമായി നിങ്ങളുടെ ഭവനത്തിൽ ചെയ്യേണ്ട 1ാമത്തെ കാര്യം നോക്കാം. ഭവനത്തെ പരിശുദ്ധ അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ നിങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുക. ബാക്കിയെല്ലാം അമ്മ നോക്കിക്കൊള്ളും. വണക്കമാസം തീരുന്നതോടെ മാതാവിൻ്റെ രൂപം അലമാരയിലേക്ക് എടുത്തു വയ്ക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ അനുഗ്രഹങ്ങളുടെ വാതിലാണ് കൊട്ടിയടയ്ക്കുന്നത്. യോഹന്നാൻ 19:27 കാൽവരി കുരിശിന്റെ ചുവട്ടിൽ വെച്ച് ഈശോ യോഹന്നാനോട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ. അന്നു മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. യോഹന്നാൻ സ്വന്തം ഭവനത്തിലേക്ക് വെറുമൊരു അതിഥിയായല്ല അമ്മയെ സ്വീകരിച്ചത്, മറിച്ച് ആ വീടിന്റെ നാഥയായിട്ടാണ്. പലപ്പോഴും നാം സ്വന്തം ബുദ്ധിയിലും കഴിവിലുമാണ് നമ്മുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, സങ്കീർത്തനങ്ങൾ 127:1 കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. സഹോദരങ്ങളെ, നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ്: കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് മാതാവിൻ്റെ രൂപത്തിന് മുൻപിൽ നിൽക്കുക. നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ ആത്മീയമായി മാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നതായി സങ്കല്പിക്കുക. പരിശുദ്ധ അമ്മേ, ഈ വണക്കമാസം അവസാനിക്കുമ്പോൾ ഞങ്ങൾ അങ്ങയോട് വിട പറയുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ നിമിഷം മുതൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ നാഥയായി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുക. സാമ്പത്തിക തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, ഇനി മുതൽ ഈ ഭവനം ഭരിക്കുന്നത് ഞാനല്ല, ഈശോയുടെ അമ്മയാണ് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. മാതാവിനെ നാഥയായി സ്വീകരിച്ച ഒരു ഭവനത്തിലും ഒരിക്കലും വലിയ തകർച്ചകൾ ഉണ്ടാകില്ല. നിങ്ങൾ ചെയ്യേണ്ട 2ാമത്തെ കാര്യം ഇതാണ്: ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് അമ്മയ്ക്ക് നന്ദി പറയുക. സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും ദൈവത്തോട് സങ്കടങ്ങൾ പറയാനും പുതിയ കാര്യങ്ങൾ ചോദിക്കാനും നമ്മൾ മിടുക്കരാണ്. എന്നാൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ നമ്മൾ എത്രമാത്രം സമയം കണ്ടെത്തുന്നുണ്ട്? വിശുദ്ധ ലൂക്കോയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തുന്ന ഒരു സംഭവമുണ്ട്.
10 പേർക്ക് സൗഖ്യം ലഭിച്ചു എങ്കിലും തിരികെ വന്നത് ഈശോയോട് നന്ദി പറഞ്ഞത് ഒരാൾ മാത്രമാണ്. കഴിഞ്ഞ 30 ദിവസവും അമ്മയുടെ മുൻപിൽ പോയി നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും മാത്രമാണ് നാം പറഞ്ഞത്. എന്നാൽ ഈ മാസത്തിന്റെ അവസാനത്തിലും ആ 9 പേരെ പോലെ നാമും മടങ്ങിപ്പോകുന്നവരാണോ? സഹോദരങ്ങളെ, വചനം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. നിങ്ങൾ കൃതജ്ഞത ഉള്ളവരായിരിക്കുവേൻ. ലൂക്ക 1-ാം അധ്യായം 46 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ അമ്മ പാടുന്ന വലിയൊരു സ്തോത്രഗീതമുണ്ട്. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെയോ നിങ്ങളുടെ വീട്ടിലെ മാതാവിന്റെ രൂപത്തിനു മുൻപിൽ ഒരു പ്രത്യേക മെഴുകുതിരിയോ വിളക്കോ കത്തിച്ചു വെക്കണം. എന്നിട്ട് അമ്മ പാടിയ ആ സ്തോത്രഗീതം പോലെ കഴിഞ്ഞ 1 മാസം നിങ്ങൾക്ക് ലഭിച്ച സകല അനുഗ്രഹങ്ങളെയും ഓർത്ത് വലിയൊരു കൃതജ്ഞത അമ്മയ്ക്ക് അർപ്പിക്കണം. അമ്മേ, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും ഈ 1 മാസം അവിടുന്ന് നമ്മുടെ ഭവനത്തിൽ ചൊരിഞ്ഞ സകല കൃപകൾക്കും നന്ദി എന്ന് പറയുക. നിങ്ങളറിയാതെ നിങ്ങൾ കടന്നുപോയ എത്രയോ അപകടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് അമ്മ തൻ്റെ മാൻറ്റിനുള്ളിൽ നിങ്ങളെ സംരക്ഷിച്ചിട്ടുണ്ടാവും. ആ ഒരൊറ്റ നന്ദി പറയലിലൂടെ സ്വർഗം നിങ്ങൾക്ക് നൽകാനിരിക്കുന്ന വലിയ അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടും. ഏറ്റവും പ്രധാനപ്പെട്ട 3-ാമത്തെ കാര്യം ഇതാണ്: ആയുധം ഉപേക്ഷിക്കുകയില്ല എന്നുള്ള വലിയൊരു തീരുമാനം എടുക്കുക. ജപമാലയുടെ ശക്തി. നമ്മുടെ ഏറ്റവും വലിയ ആയുധം ജപമാലയാണ്. ലോകത്തിൻ്റെ തിന്മകൾക്കും പൈശാചിക ശക്തികൾക്കും എതിരെയുള്ള ഏറ്റവും വലിയ ആയുധം. പല വീടുകളിലും മെയ് മാസം കഴിഞ്ഞാലുടനെ അടുത്ത ഒക്ടോബർ മാസമേ ജപമാല എടുക്കുകയുള്ളൂ. അത് നിങ്ങൾക്കും നിങ്ങളുടെ ഭവനത്തിനുമേൽ നിങ്ങൾ വരുത്തി വയ്ക്കുന്ന വലിയൊരു ആത്മീയ തകർച്ചയാണ്. നിങ്ങൾ നിങ്ങളുടെ ആയുധം താഴെ വയ്ക്കുമ്പോഴാണ് പിശാച് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ സമാധാനം തകർക്കാൻ കടന്നു വരുന്നത്. നമ്മുടെ യുദ്ധം എന്തിനോടാണെന്ന് ബൈബിൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡീകമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. അതുപോലെ മറ്റൊരു വചനം പറയുന്നു, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. ജപമാല വെറുമൊരു പ്രാർത്ഥനയല്ല, അത് പിശാചിനെ ധരിക്കുന്ന വലിയൊരു ഇരുമ്പ് ചങ്ങലയാണ്. സഹോദരങ്ങളെ, ഈ വലിയ 3 കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെയും നിങ്ങളുടെ ഭവനത്തെയും ദൈവം അവിടുന്ന് ഈ വചനങ്ങളാൽ അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.